Hi, welcome on. In this part, we are going to discussing the use of is, am, are in the sentences. ഈ മൂന്ന് വേർബ്സ് അതായത് ഈസ് ആം ആർ എന്ന് പറയുന്ന വേർബ്സ് നമ്മൾ പ്രസന്റ് ടെൻസിലാണ് യൂസ് ചെയ്യുന്നത്. സോ ദിസ് ത്രീ വേർബ്സ് ആർ കോമൺലി യൂസ്ഡ് ഇൻ പ്രസന്റ് ടെൻസ്. അടുത്ത നമ്മൾ നോക്കുന്നത് ഈ മൂന്ന് വേർബ്സ് ഏതെല്ലാം സബ്ജക്റ്റിൻ്റെ കൂടെയാണ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ആം എന്ന് പറയുന്ന വേർബ് ഐ എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ കൂടെയാണ് നമ്മൾ ആഡ് ചെയ്യാം. ഐ ആം, നമ്മൾ ഹി ആം എന്നോ ഷി ആം എന്നോ നമ്മൾ യൂസ് ചെയ്യില്ല. ഐ ആം. അതുപോലെ സെക്കൻഡ് വേർബായിട്ടുള്ള ഈസ് നമ്മൾ യൂസ് ചെയ്യാം ഹി, ഷീ, ഇറ്റ് പോലെയുള്ള സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റിൻ്റെ കൂടെയാണ് നമ്മൾ ഈസ് എന്ന് പറയുന്ന വേർബ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഷീ ഈസ് ബ്യൂട്ടിഫുൾ, അതുപോലെ ഹി ഈസ് ഹാപ്പി. അപ്പം സിംഗിൾ ആയിട്ടുള്ള സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ ഓക്സിലറി വെർബായിട്ടുള്ള ഈസ് ആഡ് ചെയ്യും. അതേപോലെ ആർ എന്ന് പറയുന്ന വേർബ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റിൻ്റെ കൂടെയാണ്, അതായത് ഒന്നിൽ കൂടുതലുള്ള സബ്ജക്റ്റിൻ്റെ കൂടെ. ഇവിടെ വി എന്ന് പറയുമ്പോൾ ഞങ്ങൾ, അത് എന്താണ് ഒന്നിൽ കൂടുതലുണ്ട്. സോ നമ്മൾ യൂസ് ചെയ്യുന്ന വേർബാണ് ആർ. ദെൻ സെക്കൻഡ് വൺ യു നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പ്ലൂറൽ സബ്ജക്റ്റ് ആയിട്ടാണ്. സോ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വേർബാണ് ആർ എന്ന് പറയുന്നത്. ദേ, അവർ എന്ന് പറഞ്ഞാൽ പ്ലൂറലാണ്. സോ നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിലറി വേർബ് എന്ന് പറയുന്നത് ആർ ആണ്. അപ്പം സിംഗുലർ സബ്ജക്റ്റ് വരുന്ന സമയത്ത് നമ്മൾ ഈസ് എന്ന വേർബും പ്ലൂറൽ സബ്ജക്റ്റ് വരുന്ന സമയത്ത് നമ്മൾ ആർ എന്ന് പറയുന്ന വേർബാണ് യൂസ് ചെയ്യുന്നത്. Then look examples. Look the first example. I am a student. I എന്ന് പറയുന്ന സബ്ജക്റ്റിന് ശേഷം am എന്ന് പറയുന്ന ഓക്സിലറി വെർബാണ് ആഡ് ചെയ്യുക. Then he is a teacher. She is a journalist. It is a book. അത് മൂന്നും എന്താണ്, സിംഗുലർ ആണല്ലോ, അതായത് ഹി, ഷീ, ഇറ്റ്. സോ നമ്മൾ ഓക്സിലറി വെർബ് ഈസ് എന്ന് യൂസ് ചെയ്യും. ദെൻ വി, യു, ദേ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. സോ നമ്മൾ ആർ എന്ന് പറയുന്ന ഓക്സിലറി വെർബ്സ് ആഡ് ചെയ്തു. വി ആർ മെക്കാനിക്സ്, യു ആർ പൈലറ്റ്സ്, ദേ ആർ പോലീസ്മെൻ. ദെൻ ലുക്ക് അനദർ എക്സാമ്പിൾ. ഫസ്റ്റ് വൺ, ദീസ് ആർ പ്രിറ്റി ഫ്ലവേഴ്സ്. അതിൽ ദീസ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്, അതായത് ഇവയെല്ലാം എന്താണ്, മനോഹരമായ പൂക്കളാണ്. അപ്പം ദീസ് എന്ന് പറയുന്നത് പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ വേർബ് ആർ എന്ന് യൂസ് ചെയ്തു. സെക്കൻഡ് വൺ, ഐ ആം ബിസി ടുഡേ. ഞാനിന്ന് ഭയങ്കര ബിസിയാണ്. അപ്പം അവിടെ ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ ആം എന്ന് പറയുന്ന വേർബ് യൂസ് ചെയ്തു. ദെൻ തേർഡ് എക്സാമ്പിൾ, ദ ബസ് ഈസ് ലേറ്റ്. ഇവിടെ ദ ബസ് എന്ന് പറയുന്നത് സിംഗിൾ സബ്ജക്റ്റ് ആണ്. സോ നമ്മളവിടെ വേർബായിട്ട് ഈസ് ആഡ് ചെയ്തു. ദെൻ ഫോർത്ത് വൺ, ഹി ഈസ് മൈ ബ്രദർ. ഹി എന്ന് പറയുന്നത് സിംഗിൾ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളവിടെ ഈസ് എന്ന് പറയുന്ന വേർബ് കൊടുത്തു. ദെൻ ഫിഫ്ത്ത് വൺ, ജിം ഈസ് എ കാർപ്പൻറ്റർ. ജിം എന്ന് പറയുന്ന നൗണ് അവിടെ സിംഗുലർ ആണ്. സോ നമ്മളവിടെ ഈസ് എന്ന് പറയുന്ന വേർബ് യൂസ് ചെയ്തു. ദെൻ സിക്സ്ത് സെൻറ്റൻസ്, ഐ ആം വെരി ഹാപ്പി. അവിടെ ഐ എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ ഓക്സിലറി വേർബായിട്ടുള്ള ആം ആണ് ആഡ് ചെയ്യുന്നത്. So in this part we discussed that how we use is, am, are in a sentences. So from here we conclude that am comes with I, is comes with singular subject, and are comes with plural subject. So thank you for watching. Please like, share and subscribe.